ജനാധിപത്യത്തിന്റെ യഥാർത്ഥ ഉടമകൾ ജനങ്ങളാണ് എന്നും അവർ അടിമകളല്ല പൗരന്മാരാണെന്നും ഈ തെരഞ്ഞെടുപ്പ് ഫലം തെളിയിച്ചിട്ടുണ്ട്. 45-60 സീറ്റുകളിൽ അനായാസം ജയിക്കാമായിരുന്നിട്ടും അവിടെ പാർട്ടി പരാജയപ്പെട്ടുവെങ്കിൽ ആ വിധി എഴുതിയത് മറ്റാരുമല്ല, പാർട്ടിയെ ജീവശ്വാസം പോലെ സ്നേഹിച്ച സഖാക്കളും അനുഭാവികളും തന്നെയാണ്. അത് പാർട്ടിയോടുള്ള വിദ്വേഷമല്ല, മറിച്ച് വഴിതെറ്റുമ്പോൾ തിരുത്താൻ കാണിച്ച ആർജവമാണ്. നിങ്ങൾ തെറ്റായ പാതയിലാണ്, ആ ഹുങ്കും ധാർഷ്ട്യവും അവസാനിപ്പിച്ച് പഴയ ജനകീയ പ്രസ്ഥാനമായി തിരികെ വരണമെന്ന് ജനങ്ങൾ നൽകിയ ഏറ്റവും വലിയ താക്കീതാണത്. തെറ്റ് മനസ്സിലാക്കി തിരുത്തി പാർട്ടി തിരികെ വരണം. പ്രതിപക്ഷത്ത് ചെയ്യാൻ നിങ്ങൾക്ക് ഒരുപാട് ജോലികളുണ്ട്. എങ്കിലും എന്തുകൊണ്ട് ഇവിടെ ഇടതുപക്ഷം തോറ്റു എന്ന ചോദ്യം അവശേഷിക്കുന്നുണ്ട് അല്ലെ? മൗനം വെടിയാതെ നിൽക്കുന്ന പിണറായി വിജയനും പരിശോധിക്കാമെന്ന് ആവർത്തിച്ച് പറയുന്ന പാർട്ടി സെക്രട്ടറിയും ജനങ്ങൾക്ക് നൽകുന്ന സന്ദേശം എന്താണ്? തെറ്റ് മനസ്സിലാക്കണം സഖാക്കന്മാരെ, എന്താണ് നിങ്ങൾക്ക് പറ്റിയത് എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. അതിനൊപ്പം എന്തുകൊണ്ട് പാർട്ടി തോറ്റു എന്നാണ് നിങ്ങൾ കരുതുന്നത്? നിങ്ങളുടെ അഭിപ്രായം അറിയാൻ എനിക്ക് താല്പര്യമുണ്ട്. എന്ത് തന്നെ ആയാലും കമന്റ് ബോക്സിൽ എഴുതുമല്ലോ. കേരളത്തിലെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ ചരിത്രത്തിൽ CPM-ന്റെ തിരിച്ചടി വലിയ ചർച്ചകൾക്കാണ് ഇപ്പോൾ വഴി തുറന്നിരിക്കുന്നത്. ജനാധിപത്യത്തിൽ വോട്ടർമാർ വെറും അനുയായികൾ മാത്രമല്ല എന്നും മറിച്ച് തങ്ങളുടെ നിലപാടുകൾ കൃത്യമായി രേഖപ്പെടുത്തുന്ന പൗരന്മാരാണ് എന്ന സത്യം ഒരിക്കൽ കൂടി അടിവരയിട്ടിരിക്കുന്നു. ഒരു കാലത്ത് ഉറച്ച കോട്ടകളായിരുന്ന പല മണ്ഡലങ്ങളും കൈവിട്ടു പോയത് പാർട്ടിക്ക് ആഴത്തിലുള്ള ആത്മപരിശോധനയുടെ സമയമാണെന്ന് വ്യക്തമാക്കി കൊടുക്കുന്നുണ്ട്. ഭരണ തുടർച്ചയുടെ ആത്മവിശ്വാസം പലപ്പോഴും ജനങ്ങളിൽ നിന്ന് പാർട്ടിയെ അകറ്റിയോ എന്ന ചോദ്യം വളരെ പ്രസക്തമാണ്. സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ കേൾക്കുന്നതിനും അവ പരിഹരിക്കുന്നതിനും പകരം അധികാരത്തിന്റെ ഹുങ്ക് താഴെത്തട്ടിലുള്ള പ്രവർത്തകരിൽ പോലും ദൃശ്യമായത് തിരിച്ചടിയുടെ പ്രധാന കാരണങ്ങളിൽ ഒന്നായിട്ട് തന്നെ വിലയിരുത്താവുന്നതാണ്. ജനങ്ങളുമായി നേരിട്ട് സംവദിക്കുന്ന പഴയ ശൈലിയിൽ നിന്ന് മാറി ഒരുതരം ഏകാധിപത്യ സ്വഭാവം പാർട്ടി സംവിധാനങ്ങളിൽ കടന്നുകൂടിയത് പൗരബോധമുള്ള വോട്ടർമാരെ ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിച്ചിട്ടുണ്ട്. ഞങ്ങൾ എന്ത് ചെയ്താലും ജനങ്ങൾ കൂടെ നിൽക്കുമെന്ന അമിത വിശ്വാസം ജനാധിപത്യത്തിൽ അപകടകരമാണ് എന്ന് ഈ ഫലം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. സാമ്പത്തിക പ്രതിസന്ധിയും അതുപോലെ ഭരണവിരുദ്ധ വികാരവും ഇതിന് ആക്കം കൂട്ടി എന്നതും പറയേണ്ടതുണ്ട്. പെൻഷൻ വിതരണത്തിലെ തടസ്സങ്ങളും വിലക്കയറ്റവും യുവാക്കൾക്കിടയിലെ തൊഴിലില്ലായ്മ തുടങ്ങിയ വിഷയങ്ങളിൽ ജനങ്ങളുടെ അതൃപ്തി വോട്ടായി മാറിയപ്പോൾ പാർട്ടിയുടെ സംഘടനാ സംവിധാനത്തിന് അത് പ്രതിരോധിക്കാൻ കഴിഞ്ഞതുമില്ല. കൂടാതെ വിവാദങ്ങളിൽ പാർട്ടി സ്വീകരിച്ച നിലപാടുകളും ജനകീയ വിഷയങ്ങളിലെ വിട്ടുവീഴ്ചകളും അണികളിൽ പോലും അസ്വാരസ്യം ഉണ്ടാക്കിയിട്ടുണ്ട്. മറുഭാഗത്താകട്ടെ പ്രതിപക്ഷം കൂടുതൽ കരുത്താർജിക്കുന്നത് ജനാധിപത്യത്തെ സംബന്ധിച്ചിടത്തോളം പോസിറ്റീവായ ഒരു സൂചനയായിരുന്നു നൽകിയത്. ഭരണപക്ഷത്തിന്റെ വീഴ്ചകൾ കൃത്യമായി തുറന്നു കാണിക്കാനും ജനകീയ പ്രശ്നങ്ങൾ ഏറ്റെടുക്കാനും പ്രതിപക്ഷത്തിന് കഴിഞ്ഞാൽ അത് സർക്കാരിനെ കൂടുതൽ ഉത്തരവാദിത്തമുള്ളതാക്കാൻ സഹായിക്കുക തന്നെ ചെയ്യും. ഒരു ശക്തമായ പ്രതിപക്ഷം നിലവിലുള്ളപ്പോൾ ഭരണകൂടത്തിന് ജനവിരുദ്ധ തീരുമാനങ്ങൾ കൈക്കൊള്ളാൻ ഭയമുണ്ടാകും. വരും ദിവസങ്ങളിൽ സഭയ്ക്കകത്തും പുറത്തും പ്രതിപക്ഷം ഉയർത്തുന്ന വെല്ലുവിളികൾ ഭരണകക്ഷിയെ മാറ്റങ്ങൾക്ക് നിർബന്ധിതരാക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് നല്ല പ്രതിപക്ഷമായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് നിൽക്കാം. ഈ പരാജയം CPM-നെ സംബന്ധിച്ച് അവസാനമൊന്നുമല്ല, മറിച്ച് ഒരു തിരുത്തൽ രേഖയാകേണ്ടതുണ്ട്. അടിത്തട്ടിലെ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാനും അവരുടെ പരാതികൾക്ക് കാതോർക്കാനും വിനയത്തോടെയുള്ള ഒരു രാഷ്ട്രീയ ശൈലി തിരിച്ചുപിടിക്കാനും കഴിഞ്ഞാൽ മാത്രമേ പാർട്ടിക്ക് നഷ്ടപ്പെട്ട ജനപിന്തുണ ഇനി വീണ്ടെടുക്കാൻ സാധിക്കുകയുള്ളൂ. അധികാരം ജനങ്ങളെ സേവിക്കാനുള്ളതാണ് എന്നും അവരെ ഭരിക്കാനുള്ളതല്ല എന്നുമുള്ള തിരിച്ചറിവാണ് ഇനി ഉണ്ടാകേണ്ടത്. കാലത്തിന്റെ ചുവരെഴുത്തുകൾ വായിച്ച് തെറ്റുകൾ തിരുത്തി മുന്നേറാൻ പാർട്ടിക്ക് കഴിയുമോ എന്നത് വരും നാളുകളിലെ രാഷ്ട്രീയ ഗതിവിഗതികളെ മാത്രം ആശ്രയിച്ചിരിക്കും. രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് പാർട്ടിയിലും ഭരണത്തിലും ദൃശ്യമായ അമിതമായ അധികാര കേന്ദ്രീകരണം ജനങ്ങളിൽ വലിയ അതൃപ്തി ഉണ്ടാക്കിയിട്ടുണ്ട്. ക്യാപ്റ്റൻ എന്ന പ്രതിച്ഛായക്കപ്പുറം ചോദ്യം ചെയ്യപ്പെടാനാവാത്ത ഒരു അധികാര കേന്ദ്രമായി മുഖ്യമന്ത്രി മാറിയത് ജനാധിപത്യ വിശ്വാസികൾക്ക് ഉൾക്കൊള്ളാനായില്ല. താഴെത്തട്ടിലുള്ള പാർട്ടി ഘടകങ്ങൾ പോലും നിശബ്ദമാക്കപ്പെടുകയും എല്ലാ തീരുമാനങ്ങളുടെയും മുകളിൽ നിന്ന് അടിച്ചേൽപ്പിക്കപ്പെടുകയും ചെയ്യുന്ന ശൈലി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്വാഭാവികമായ രീതിക്ക് വിരുദ്ധമായിരുന്നു. ജനാധിപത്യം നഷ്ടപ്പെട്ടതോടെ ജനങ്ങൾ പ്രതികരിച്ചു തുടങ്ങി. ഈ ഹുങ്ക് അല്ലെങ്കിൽ അമിത ആത്മവിശ്വാസം വോട്ടർമാർക്കിടയിൽ വലിയ തോതിൽ ചർച്ചയാവുകയും അത് ബാലറ്റ് പേപ്പറിൽ പ്രതിഫലിക്കുകയും ചെയ്തു എന്ന് വേണം നമുക്ക് വിലയിരുത്താൻ. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും വലിയ കരുത്ത് ജനങ്ങളുമായുള്ള വൈകാരികമായ അടുപ്പം തന്നെയായിരുന്നു. എന്നാൽ ഭരണം കയ്യിലുള്ളപ്പോൾ ജനങ്ങളെ സേവിക്കേണ്ടി വന്നവർ ജനങ്ങളെ ഭരിക്കുന്നവരായിട്ട് മാറി എന്ന പരാതി വളരെ ശക്തമാണ്. സാധാരണക്കാരന്റെ പ്രശ്നങ്ങൾ കേൾക്കുന്നതിനേക്കാൾ ഉപരിയായി PR ഏജൻസികളുടെ സഹായത്തോടെയുള്ള പ്രതിച്ഛായ നിർമ്മാണത്തിന് മുൻഗണന നൽകിയത് പാർട്ടിയെ അതിന്റെ അടിസ്ഥാന വർഗത്തിൽ നിന്നും നന്നേ അകറ്റി നിർത്തി. കർഷക തൊഴിലാളികളും സാധാരണക്കാരുമായ വോട്ടർമാരുടെ ജീവിത പ്രാരാബ്ധങ്ങൾ കണ്ടില്ലെന്ന് നടിച്ചതും പെൻഷൻ പോലുള്ള ആശ്വാസ നടപടികളിൽ വന്ന വീഴ്ചകളും ഈ വൈകാരിക ബന്ധത്തിന് വിള്ളൽ ഉണ്ടാക്കിയെന്നതും പറയേണ്ടതുണ്ട്.
ജനങ്ങൾ അടിമകളല്ല എന്ന ബോധ്യം വോട്ടർമാർ കൃത്യമായി ഈ തെരഞ്ഞെടുപ്പിലൂടെ പ്രകടിപ്പിക്കുകയായിരുന്നു. UDFന്റെ ഇത്തരത്തിലുള്ള വമ്പിച്ച വിജയം അവർക്ക് മേലുള്ള അന്ധമായ വിശ്വാസം കൊണ്ടാണെന്ന് പറയുന്നതിനേക്കാൾ LDF സർക്കാരിനോടുള്ള കടുത്ത അമർഷം പ്രകടിപ്പിക്കാനുള്ള ഏറ്റവും നല്ല മാർഗമായിട്ട് ജനങ്ങൾ അവരെ തെരഞ്ഞെടുത്തു എന്ന് പറയുന്നത് തന്നെയായിരിക്കും. കേന്ദ്രത്തിലെ BJP ഭരണത്തിനെതിരെയുള്ള പോരാട്ടത്തിൽ UDF കൂടുതൽ വിശ്വസനീയമാണെന്ന തോന്നലും വോട്ടർമാരിൽ ഉണ്ടായി. പ്രത്യേകിച്ച് ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ ഉണ്ടാക്കാൻ അവർക്ക് സാധിച്ചു എന്നതും ഭരണവിരുദ്ധ വികാരം ആളിക്കത്തിക്കുന്നതിൽ UDF ഉയർത്തിയ അഴിമതി ആരോപണങ്ങളും കുടുംബ ഭരണ ആക്ഷേപങ്ങളും വലിയ തോതിൽ സ്വാധീനം ചെലുത്തി എന്ന് പറയുന്നതും ശരിയാണ്. എന്തായാലും പാർട്ടി ഇത്തവണ നേരിട്ടത് ഒരു സാധാരണ പരാജയമല്ല, മറിച്ച് പാർട്ടിയുടെ കോട്ടകളിൽ പോലും ഉണ്ടായ വിള്ളലാണ്. പാർട്ടിയുടെ നയങ്ങളെക്കാൾ വ്യക്തി കേന്ദ്രീകൃതമായ ആരാധനയ്ക്കും ശൈലിക്കും മുൻതൂക്കം ലഭിച്ചതാണ് ഈ തകർച്ചയ്ക്ക് ആക്കം കൂട്ടിയ പ്രധാനപ്പെട്ട ഘടകം. പാർട്ടിക്ക് ജനകീയ അടിത്തറ നഷ്ടമാവുകയും അത് കോർപ്പറേറ്റ് ശൈലിയിലേക്ക് മാറുകയും ചെയ്തതിനെതിരെയുള്ള പൗരന്മാരുടെ മറുപടി കൂടിയാണിത്. തന്റെ തെറ്റുകൾ തിരുത്താൻ തയ്യാറാകാത്ത നേതൃത്വവും ജനങ്ങളെ വെറും വോട്ട് ബാങ്കുകളായി മാത്രം കണ്ട പാർട്ടിയുടെ രീതിയുമാണ് ഈ ദയനീയ പരാജയത്തിലേക്ക് വഴി തെളിയിച്ചത് എന്ന് പറയാം. വരും കാലങ്ങളിൽ അടിമുടി മാറ്റങ്ങൾക്കും ആത്മപരിശോധനയ്ക്കും പാർട്ടി തയ്യാറായിട്ടില്ല എങ്കിൽ തിരിച്ചുവരവ് ഏറെ പ്രയാസകരമായിരിക്കും. മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ 10 വർഷത്തെ ഭരണത്തിന് ശേഷം LDF അധികാരത്തിൽ നിന്ന് പുറത്തു പോകുമ്പോൾ പ്രതിപക്ഷ നിരയിലേക്ക് മടങ്ങുന്ന CPM-നെ സംബന്ധിച്ചിടത്തോളം ഇത് വെറും ഒരു പരാജയം മാത്രമല്ല, മറിച്ച് വലിയൊരു രാഷ്ട്രീയ പാഠമാണത്. ജനാധിപത്യം സർവശക്തമാണെന്നും ജനഹിതത്തിന് മുകളിൽ ആരുമില്ല എന്നും ഒരിക്കൽ കൂടി കേരളം തെളിയിച്ചിരിക്കുകയാണ്. ഇവിടെ ഭരണപക്ഷത്തിരിക്കുമ്പോൾ നേരിടുന്ന വെല്ലുവിളികളല്ല പ്രതിപക്ഷത്തിരിക്കുമ്പോൾ നേരിടേണ്ടി വരുന്നത്. അധികാരത്തിന്റെ ഭാരമില്ലാതെ ജനകീയ വിഷയങ്ങളിൽ പൂർണ്ണമായും ഇടപെടാൻ ഇനി പാർട്ടിക്ക് സാധിക്കും. ഭരണത്തിന്റെ വീഴ്ചകൾ ചൂണ്ടിക്കാണിക്കാനും സാധാരണക്കാരുടെ ശബ്ദമായി മാറാനും കഴിഞ്ഞ 10 വർഷത്തെ അനുഭവം പാർട്ടിയെ സഹായിക്കുക തന്നെ ചെയ്യും. ഒരു ശക്തമായ പ്രതിപക്ഷം കേരളത്തിൽ ഉയർന്നു വരുന്നത് ജനാധിപത്യത്തിന്റെ ആരോഗ്യത്തിന് ഏറെ ഗുണം ചെയ്യുന്നതാണ്. സർക്കാരിന്റെ ഓരോ നീക്കത്തെയും കൃത്യമായി നിരീക്ഷിക്കാനും തെറ്റുകൾ തിരുത്തിക്കാനും കരുത്തുള്ള ഒരു ഇടതുപക്ഷം നിയമസഭയിൽ ഉണ്ടാകുന്നത് ഭരണകൂടത്തെ കൂടുതൽ ഉത്തരവാദിത്തമുള്ളത് തന്നെ ആക്കും. CPIM എന്ന പ്രസ്ഥാനം പരാജയങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുന്ന ചരിത്രമാണുള്ളത്. 1977 കനത്ത പരാജയത്തിന് ശേഷം 1980 അവർ നടത്തിയ തിരിച്ചുവരവ് ഇന്നും രാഷ്ട്രീയ കേരളം ചർച്ച ചെയ്യുന്നതാണ്. ഇത്തവണത്തെ പരാജയം പാർട്ടിയുടെ അടിത്തറ തകർക്കുന്നതല്ല, മറിച്ച് ഒരു തിരുത്തൽ പ്രക്രിയയ്ക്ക് അല്ലെങ്കിൽ കറക്ഷൻ പ്രോസസ്സിന് വഴിയൊരുക്കുന്നതാണ്. ജനങ്ങളിൽ നിന്ന് അകന്നുപോയി എന്ന ബോധ്യം പാർട്ടി നേതൃത്വത്തെ മാറി ചിന്തിക്കാൻ പ്രേരിപ്പിക്കുക തന്നെ ചെയ്യും. ജനകീയതയിലേക്ക് തിരിച്ചു പോവുക, അടിത്തട്ടിലെ പ്രവർത്തകരുമായി വീണ്ടും സംവദിക്കുക, അധികാര കേന്ദ്രീകരണത്തിൽ നിന്ന് മാറി സമാഹൃതമായ ഒരു നേതൃത്വത്തിലേക്ക് മാറുക തുടങ്ങിയവ പാർട്ടിയുടെ തിരിച്ചുവരവിന് ഇന്നത്തെ കാലത്ത് അനിവാര്യം തന്നെയാണ്. ഇനി വരാനിരിക്കുന്ന നാളുകളിൽ കേരളം കാണുന്നത് ക്രിയാത്മകമായ ഒരു രാഷ്ട്രീയ പോരാട്ടം തന്നെയായിരിക്കും. ഭരണത്തിലിരിക്കുന്ന UDFന് ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ നടപ്പിലാക്കാൻ വലിയ ഉത്തരവാദിത്തമുണ്ട്. ആ വാഗ്ദാനങ്ങളിൽ വരുന്ന ഓരോ വീഴ്ചയും പ്രതിപക്ഷത്തിരിക്കുന്ന ഇടതുപക്ഷം ആയുധമാക്കുക തന്നെ ചെയ്യും. ജനകീയ സമരങ്ങളിലൂടെയും തെരുവിലെ പോരാട്ടങ്ങളിലൂടെയും തങ്ങളുടെ നഷ്ടപ്പെട്ട സ്വാധീനം തിരിച്ചുപിടിക്കാൻ തന്നെയാണ് CPM ശ്രമിക്കാൻ പോകുന്നത്. വൈകാരികമായ ജനങ്ങളോടുള്ള അടുപ്പം വീണ്ടെടുക്കുന്നതോടെ രാഷ്ട്രീയ കാലാവസ്ഥ വീണ്ടും ഇടതുപക്ഷത്തിന് അനുകൂലമായി മാറാനുള്ള സാധ്യതകൾ ഇവിടെ നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല. 2031 അത് കൃത്യമായിട്ട് മനസ്സിലാകാൻ പോകുന്നത് എന്ന് മാത്രം. തോൽവി ഒരു അവസാനമൊന്നുമല്ല, അടുത്ത വിജയത്തിലേക്കുള്ള തുടക്കമാണെന്ന് വിശ്വസിക്കുന്നവരാണ് കമ്മ്യൂണിസ്റ്റുകാർ. അധികാരത്തിന്റെ മത്തുപിടിക്കാതെ സാധാരണക്കാരന്റെ പ്രയാസങ്ങളിൽ ഒപ്പം നിൽക്കുന്ന പഴയ പ്രസ്ഥാനമായി CPM മാറാൻ ഈ പ്രതിപക്ഷ ജീവിതം അവരെ സഹായിക്കുക തന്നെ ചെയ്യും. തിരുത്തലുകൾക്ക് തയ്യാറായ കൂടുതൽ കരുത്തോടെയും കൂടുതൽ ജനപിന്തുണയോടെയും പാർട്ടിയുടെ വലിയൊരു തിരിച്ചുവരവ് തന്നെ വരും കാലങ്ങളിൽ കേരളം കാണാനിടയുണ്ട്. അപ്പോൾ ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് കമന്റ് ആയിട്ട് രേഖപ്പെടുത്താൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒപ്പം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ.